ഹായ് ഫ്രണ്ട്സ്, എന്താ കിച്ചുമണി കസേരയിൽ കമ്പും കോലൊക്കെ ആയിട്ട് നിൽക്കണേന്നല്ലേ? ഈ കൊല്ലത്തെ ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. അത് പറിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ആള്. ഇനി ആ ചാമ്പങ്ങ തീരുവോളം അത് പറിച്ചൊരു ഒരു ഒരു കഴിക്കലുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണത് കേട്ടാ. നല്ലോണം ഉണ്ടായിട്ടുണ്ട് ചാമ്പയ്ക്ക. ഇനി അതൊരു പറിക്കാനുള്ള സാഹചര്യം എഴുതാം. താഴത്ത് ചാക്കൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ, നിലത്ത് വീഴാണ്ട് കിട്ടാനായിട്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് നോക്കാം നമുക്ക്. അത് ഒന്നാമത്തെ തോട്ടിക്ക് നല്ല കനമുണ്ട്. അതനുസരിച്ചാണ് പതുക്കെ പതുക്കെ തോണ്ടി തോണ്ടി ഇടുക കേട്ടോ. അവൾക്ക് പഠിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ ഞാനും കുറച്ചൊക്കെ ശ്രമിച്ചു. കുറേയൊക്കെ കിട്ടി കേട്ടോ. ഇതൊക്കെ നമുക്ക് പറിച്ച് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ തോട്ടിക്ക് കനമുള്ളതുകൊണ്ട് അധികം കിട്ടിയില്ല. അതെന്താ ഇത്രയ്ക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് കൊണ്ടുവന്ന് ചെയ്യണ പണികൾ വിക്രസൊക്കെ കണ്ടോളോ. ഒരു ബക്കറ്റ് വെള്ളമൊക്കെ എടുത്ത് ആദ്യം തന്നെ ഒന്ന് നന്നായി കഴുകിയെടുക്കുക കേട്ടോ. ഒക്കെ ചെയ്തോളും. അങ്ങനെ അവൾക്ക് അതിന് തിന്നാനുള്ളതാണല്ലോ, അതുകൊണ്ട് നന്നായി അലമ്പി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം കഴുകിയൊക്കെ എടുത്തു കേട്ടോ. എന്താ ചിരി. ആ വെള്ളം കളയാണ്ട ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും. ഇനി അതിൻ്റെ കുരുവും അതിൻ്റെ കുഞ്ഞു തണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിടുക, അതിനനുസരിച്ച് മുളക് പൊടി ഇടുക. ഇതാണ് ഇന്നത്തെ പരിപാടി കേട്ടോ. ഇനി ഇങ്ങനെ തിന്നലാണ് ഇന്നത്തെ പരിപാടി. ഇനി അത് തീരുവോളം ഇതാണ് പരിപാടി. പുളി എന്ന് വെച്ചാൽ എൻ്റെ കിച്ചുമണി ചത്ത് കളയും, അത്രയ്ക്ക് ഇഷ്ടമാണ് പുളി. അതെന്ത് പുളി ആയാലും വേണ്ടില്ല, അതുപോലെ കഴിക്കും. ഇളക്കം നോക്ക്. ഇതാണ് ഇന്നത്തെ പരിപാടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.